ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി സിമ്പിൾ സീറ്റിൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. അതും ബണ്ണുകൊണ്ടുള്ളൊരു സീറ്റാണ് നമ്മളിവിടെ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. ആദ്യമേ തന്നെ നമുക്ക് ഈ മൂന്ന് ബണ്ണും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം. ഫുള്ള് കട്ട് ചെയ്യരുത്, ഒരു 1/4 ഭാഗത്തോളം കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ 3 ബണ്ണ് ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാണ്ട. ഇനി നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് ബട്ടർ ചേർത്ത് കൊടുക്കാം. ഇതുപോലെ 3 ബണ്ണിലും നമുക്ക് ബട്ടർ തേച്ച് പിടിപ്പിക്കാം. നല്ല അടിപൊളി ടേസ്റ്റാണ് ഇത്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണേ. കുട്ടികൾക്കൊക്കെ വളരെയേറെ ഇഷ്ടമാവുന്നൊരു സീറ്റാണിത്. അപ്പോൾ ഇനി അതെങ്ങനെ റെഡിയാക്കുന്നത് നോക്കാം. അതിനുവേണ്ടി ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ലോ ഫ്ലെയിമിലാണ് നമുക്കിത് വെച്ചെടുക്കേണ്ടത് കേട്ടോ. ഇനി അല്പം ബട്ടർ എടുത്ത് നമുക്ക് ഈ പാനിലേക്ക് ഒന്ന് തേച്ച് പിടിപ്പിക്കാം. ലോ ഫ്ലെയിമിലിടാൻ ശ്രദ്ധിക്കണം കേട്ടോ. ഇനി നമുക്ക് ബട്ടർ നല്ലപോലെ ഉരുകി വരുമ്പോൾ അതിനകത്തേക്ക് ബണ്ണ് ചേർത്ത് കൊടുക്കാം. ബണ്ണിൻ്റെ മീതെ ഉരുകിയ ബട്ടർ ഒന്ന് കുറേശ്ശെ ഒന്ന് കോരി ഒഴിച്ചു കൊടുക്കാം. 3 ബണ്ണ് നമുക്ക് ഒരുമിച്ച് ഇതിനകത്തിട്ട് റെഡിയാക്കി എടുക്കാം. കുറച്ചും കൂടി വലിപ്പമുള്ള പാനാണെങ്കിൽ അത്രയും നല്ല കേട്ടോ. എൻ്റെ കയ്യിൽ ഇതേ ഉള്ളു. അപ്പം ഞാൻ ഈ പാനാണ് എടുത്തിട്ടുള്ളത്. അടുത്ത ബട്ടറും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിലിട്ട് നമുക്കൊന്ന് 2 സൈഡും ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. ഇനി നമുക്ക് ഇതിനകത്തേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ഇങ്ങനെ വിതറി കൊടുക്കാം. ലോ ഫ്ലെയിമിലാണ് ഈ സീറ്റ് റെഡിയായി തീരുന്ന വരെ വെക്കേണ്ടത് കേട്ടോ. ഇതുപോലെ പഞ്ചസാര വിതറി കൊടുക്കാം. മീഡിയം സൈസിൽ ഉള്ള മധുരമാണ് ഇതിന് നല്ല ടേസ്റ്റ് കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് പാലോടി ചേർത്ത് കൊടുക്കാം. ഈ പാലും പഞ്ചസാരയും നമുക്ക് ഈ ബണ്ണിൻ്റെ ഉള്ളിലേക്ക് നല്ലപോലെ ഒന്ന് പിടിച്ചിട്ട് തരാം. ഇടയ്ക്ക് നമുക്ക് കുറേശ്ശെ ബട്ടറും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ പാലും ബട്ടറും മധുരവും കൂടിയുള്ള ആ മിക്സ് ഈ ബണ്ണിനുള്ളിലേക്ക് ഇറങ്ങണം. ഇത് തിരിച്ച് മറിച്ചിട്ട് കൊടുത്ത് നമുക്കിത് റെഡിയാക്കി എടുക്കാം. ഈ പാല് നല്ലതുപോലെ ഒന്ന് കുറുകിയിട്ട് വേണം. ഇത് ബേക്കറികളിൽ കിട്ടാറുള്ളൊരു സ്വീറ്റ് ബണ്ണാണ്. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണേ. ഇത് കണ്ട, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നമ്മൾ തിരിച്ച് മറിച്ചിട്ട് കൊടുക്കണം. നല്ല സോഫ്റ്റായിട്ട് ഇട്ട് ബണ്ണ് കണ്ട. ഈ പാല് നല്ലതുപോലെ ഒന്ന് കുറുകിയിട്ട് വരണം. ലോ ഫ്ലെയിമിലിട്ട് നല്ലതുപോലെ ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഈ പാല് ഇങ്ങനെ മീതെ ഒന്ന് കോരി ഒഴിച്ചിട്ട് കൊടുക്കണം. നല്ല അടിപൊളി ടേസ്റ്റായിട്ടാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണേ. ഇടയ്ക്ക് നമ്മൊന്ന് ഫ്ലെയിം ഒന്ന് ഇത്തിരി മീഡിയത്തിൽ വെച്ച് കൊടുക്കാം കേട്ടോ. നല്ലതുപോലെ കുറുകാറാകുമ്പോഴേക്കും ഒന്ന് തീരെ ലോ ഫ്ലെയിമായിട്ട് കൊടുത്താൽ മതി. എത്ര കഴിച്ചാലും അതിരാത്തൊരു സീറ്റാണ്. കുട്ടികൾക്കൊക്കെ വളരെയേറെ ഇഷ്ടമാകുന്നൊരു സീറ്റാണ്. അപ്പോൾ ഇത്രയും മതിയാവും കേട്ടോ. ഇനി നമുക്കിത് ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ അതായത് നമ്മുടെ സ്വീറ്റ് ബൺ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്നും പറയുന്ന പോലെ ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുന്നെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്യാൻ നിങ്ങൾ വിട്ടുപോകരുത് കേട്ടോ. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. താങ്ക് യു. ബൈ ബൈ.